എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിശ്ചല നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം. യെഹെസ്കേൽ 1:1. 30-ാം ആണ്ട് 4-ാം മാസം 5-ാം തീയതി ഞാൻ കെബാർ നദീതീരത്ത് പ്രവാസികളുടെ ഇടയിൽ ഇരിക്കുമ്പോൾ സ്വർഗം തുറന്നു, ഞാൻ ദിവ്യ ദർശനങ്ങളെ കണ്ടു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തുറക്കപ്പെട്ട സ്വർഗം ആർക്കെല്ലാം വേണ്ടിയാണ് സ്വർഗം ഇങ്ങനെ തുറക്കപ്പെട്ടത് എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു പാപിക്ക് വേണ്ടി സ്വർഗം തുറക്കപ്പെടുന്നതായി കഴിഞ്ഞ ധ്യാനത്തിൽ നമ്മൾ പങ്കുവച്ചു. ഇവിടെ സ്വർഗം തുറന്ന് ദിവ്യ ദർശനങ്ങളെ കണ്ടു എന്ന് യെഹെസ്കേൽ പ്രവാചകൻ സാക്ഷീകരിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്വന്തം ജനമായും ശ്രേഷ്ഠ ജനമായും വിശുദ്ധ ജനമായും തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഇസ്രായേല്യർ. ലോകത്ത് മറ്റൊരു ജാതിയും അനുഭവിക്കാത്ത പദവികളും അനുഭവങ്ങളും അവർക്കുണ്ടായിരുന്നു. ചെങ്കടൽ വറ്റിച്ചത്, സീനായിൽ അവർക്കുണ്ടായിരുന്ന ദൈവ സാന്നിധ്യം, മന്നായുടെ അനുഭവം, പാറയിൽ നിന്നുള്ള ഒഴുക്കുകൾ, പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിസ്തംഭവും ആയി അവർക്ക് ലഭിച്ച ദൈവിക കരുതൽ, അങ്ങനെ നിരവധി വിശേഷപ്പെട്ട അനുഭവങ്ങളുടെ ഒരു നിര തന്നെയാണ് ദൈവം അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചത്. പക്ഷെ ഇതിൻ്റെ ഒന്നും വില അവർ ഗ്രഹിച്ചില്ല. അങ്ങനെ നോക്കുമ്പോൾ അവർക്ക് വേണ്ടി തുറക്കപ്പെടുന്ന സ്വർഗം പിന്മാറ്റക്കാർക്ക് വേണ്ടി തുറക്കപ്പെടുന്ന സ്വർഗം എന്ന് നമുക്ക് മനസ്സിലാക്കാം. അനുസരണക്കേട് നിമിത്തം ദൈവകൃപയിൽ നിന്നും ദൈവ സാന്നിധ്യത്തിൽ നിന്നും അവർ പുറന്തള്ളപ്പെട്ടു പോയി. സകല അനുഭവങ്ങളും അനുഭവിച്ചിരുന്ന സ്വാതന്ത്ര്യം പോലും നഷ്ടപ്പെട്ടു പോയി. അടിമകളായി ശത്രു രാജ്യത്ത് പീഡ അനുഭവിക്കുകയാണ്. ഇതൊന്നും ദൈവിക പദ്ധതിയിൽപ്പെട്ട കാര്യമല്ല, അവർ തന്നെ വരുത്തി വെച്ച വിനയാണ്. ദൈവം നന്മ ഒരുക്കി വെച്ചാലും അത് പുറന്തള്ളി അടിമത്തത്തിൽ എത്തിപ്പെടാനുള്ള സ്വാതന്ത്ര്യം ഏവർക്കുമുണ്ട്. എങ്കിലും ദൈവം അവരുടെ മടങ്ങിവരവനായി ദാഹിക്കുന്നു. ബാബേൽ പ്രവാസികളുടെ നടുവിൽ നിന്ന് തനിക്ക് വേണ്ടി അവരോട് വാദിക്കാൻ ദൈവം യെഹെസ്കേൽ പ്രവാചകനെ എഴുന്നേൽപ്പിച്ചു. ഒരു കാലത്ത് ദൈവത്തെ പാടി സ്തുതിച്ചവർ ഇന്ന് പാട്ടെല്ലാം മറന്ന് കിന്നരങ്ങളെ അലരി വൃക്ഷങ്ങളിന്മേൽ തൂക്കിയിട്ട് നെടുവീർപ്പിടുകയാണ്. ദൈവം യെഹെസ്കേലിനെ എഴുന്നേൽപ്പിച്ചപ്പോൾ സ്വർഗം തുറന്ന ദിവ്യ ദർശനങ്ങളെ കാണിച്ചു. ദൈവം തള്ളിക്കളഞ്ഞിട്ടില്ലെന്നും വീണ്ടും സ്വീകരിപ്പാൻ ഒരുക്കമാണെന്നും വ്യക്തമാക്കി കൊടുത്തു. പക്ഷേ അവർ അനുതാപത്തോടെ തങ്കലേക്ക് തിരിഞ്ഞേ പറ്റൂ. ജീവിതങ്ങളെ ശുദ്ധീകരിച്ച് തങ്ങളെ തന്നെ താഴ്ത്തി വിനയത്തോടെ അടുത്തു വരണം. എങ്കിൽ വീണ്ടും അവരുടെ സ്ഥിതി മാറ്റി തങ്ങളായിരിക്കേണ്ട യെരുശലേമിൽ അവരെ എത്തിക്കാമെന്ന് വാക്കു പറഞ്ഞ് അവരെ ഉണർത്തുകയാണ്. നമ്മുടെയൊക്കെ ഇന്നത്തെ അവസ്ഥ എന്താണ് എന്ന് പരിശോധിക്കാം. നിൽക്കേണ്ട ഇടത്തും ആയിരിക്കേണ്ട ഇടത്തുമാണോ നമ്മുടെ നിലനിൽപ്പ്? അതോ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അകന്ന് വസിക്കുകയാണോ? ഇത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പിന്മാറ്റക്കാർക്ക് വേണ്ടി സ്വർഗം തുറന്ന ദർശനങ്ങളെ നൽകിയ ദൈവം ഇന്നും ജീവിക്കുന്നവനാണ്. മറ്റൊരു ഭാഗം വിശുദ്ധ മത്തായി 3:16 ദൈവത്തെ അനുസരിക്കാൻ ഒരുങ്ങുന്നവർക്ക് വേണ്ടി തുറക്കപ്പെട്ട സ്വർഗത്തെ കുറിച്ച് നമ്മൾ കാണുന്നു. മലാഖി പ്രവാചകനും മത്തായിയുടെ സുവിശേഷത്തിനും ഇടയ്ക്ക് ഒരു 400 വർഷങ്ങളുടെ വിടവുണ്ട്. ഒരു വെളിപ്പാടോ ദർശനമോ ഇല്ലാതെ ആ വർഷങ്ങൾ കടന്നുപോയി. ഞാൻ നിനക്ക് മുൻപായി എൻ്റെ ദൂതനെ അയക്കും എന്ന പ്രവചനപ്രകാരം യോഹന്നാൻ സ്നാപകൻ വന്ന് അവനൊരു പ്രത്യേക ശുശ്രൂഷ
ഏറ്റെടുക്കുകയാണ്. മാനസാന്തര സ്നാനം നടത്തി അനേകർ വന്നു. അവർ കണ്ടു, കേട്ടു, ഹൃദയത്തിൽ കുത്തുകൊണ്ടു, മാനസാന്തരപ്പെട്ടു, സ്നാനപ്പെട്ടു. യേശു കർത്താവ് നസറേത്തിൽ നിന്ന് മൈലുകൾ താണ്ടി യോഹന്നാന്റെ അടുക്കൽ വന്നു. മാനസാന്തരം ആവശ്യമില്ലാത്ത ഒരേ ഒരാൾ യേശു കർത്താവ് മാത്രമാണ്. വചനം ജഡമായി തീർന്നവൻ അവിടുന്ന് അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും മഹിമയുമായി കർത്താവ് വന്നപ്പോൾ യോഹന്നാൻ പോലും ഒന്ന് ശങ്കിച്ചു. പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കുന്നവൻ തൻ്റെ പരസ്യ ശുശ്രൂഷയ്ക്ക് മുൻപ് യോഹന്നാനാൽ സ്നാനമേൽക്കാൻ കടന്നു വന്നു. അവിടുന്ന് വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവ് പോലെ ഇറങ്ങി വന്ന് അവൻ്റെ മേൽ ആവസിച്ചു. സ്വർഗീയ പിതാവിനെ പരിപൂർണമായി വിധേയപ്പെടുത്തി വ്യവസ്ഥയില്ലാതെ ഏൽപ്പിച്ചു കൊടുത്ത് പിതാവിനെ അനുസരിപ്പാൻ സ്വയം സമർപ്പിച്ചു കൊടുത്തവൻ്റെ മേൽ സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നതായി നമ്മൾ കാണുന്നു. അപ്പോൾ ദൈവത്തെ പൂർണ്ണമായും അനുസരിക്കാൻ വിട്ട് കൊടുക്കപ്പെട്ടവർക്ക് വേണ്ടി ഈ സ്വർഗം തുറക്കപ്പെടും എന്ന വസ്തുതയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. നമ്മൾ ദൈവത്തെ വ്യവസ്ഥയില്ലാതെ അനുസരിക്കുന്നവരാണോ? ദൈവിക പ്രമാണങ്ങൾക്ക് വ്യവസ്ഥയില്ലാതെ കീഴ്പ്പെടുന്നവരാണോ? എങ്കിൽ തീർച്ചയായും നമ്മുടെ മേൽ ഈ സ്വർഗീയ ദർശനം ദൈവം തമ്പുരാൻ അനാവരണം ചെയ്യും. ഒരു വർഷത്തിൻ്റെ അവസാന മണിക്കൂറുകളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഒരു പക്ഷെങ്കിൽ നമ്മൾ പിന്മാറിപ്പോയിരിക്കാം. ദൈവത്തിൽ നിന്നും അകന്ന് മാറിപ്പോയ കുറവുകൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവാം. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതിൽ നിന്ന് നമ്മൾ വ്യതിചലിച്ചു പോയിട്ടുണ്ടാവാം. എങ്കിലും നമ്മെ കാത്തിരിക്കുന്ന ഒരു ദൈവം, നമ്മുടെ യഥാസ്ഥാനീകരണത്തിനായി മടങ്ങിവരവിനായി കാത്തിരിക്കുന്ന ദൈവമുണ്ട്. ഇസ്രായേല്യർ ബാബേൽ പ്രവാസത്തിലേക്ക് പോയിട്ടും ദൈവം തമ്പുരാൻ അവർക്ക് വേണ്ടി സ്വർഗീയ ദർശനത്തെ യെഹെസ്കേലിന് കാണിക്കുന്നു. ദൈവത്തെ അനുസരിക്കുന്നവർക്ക് വേണ്ടിയും ദൈവം സ്വർഗം തുറന്ന് ദർശനങ്ങളെ കാണിക്കുന്നു. അതുകൊണ്ട് മടങ്ങി വന്ന് ദൈവത്തെ അനുസരിപ്പാൻ, പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിപ്പാൻ നമുക്കിടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, മനോഹരമായ പുതിയ പ്രഭാതത്തിനായി സ്തോത്രം. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ അവിടുത്തെ കൃപയും കരുണയും കൂടെ ഇരിക്കണമേ. ഒരു വർഷം ഞങ്ങളെ വിട്ട് കടന്നു പോകുന്നു. കഴിഞ്ഞ വർഷം അനുഭവിച്ച നന്മകളൊക്കെ ഓർത്ത് സ്തോത്രം. ഞങ്ങൾ ആകേണ്ടുന്നത് പോലെ ആയിത്തീരാനുള്ള കൃപ നൽകണമേ. കർത്താവേ, ദിവ്യദർശനങ്ങൾക്ക് മുഖം തിരിച്ചു നിൽക്കാതെ വ്യവസ്ഥയില്ലാതെ കീഴ്പ്പെടുവാനുള്ള കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ കർത്താവെ, അങ്ങോട്ടുള്ള ബന്ധത്തിലായിരിക്കാൻ സഹായിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. കരുണയുടെയും നന്മയുടെയും പുതു അനുഭവങ്ങൾ നൽകി പാലിച്ചുകൊള്ളണമേ. യേശു മശീഹ മൂലം പ്രാർത്ഥന ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും കാവലും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.